വചനം മാർത്തിരമ്പി ഒരു നോക്ക് കാണുവാനൊന്നുമിണ്ടാൻ മാതാവ് നേരിൽ വന്നു. ആ നാലു കണ്ണുകൾ സ്നേഹാതിരേകത്താൽ പരസ്പരം ചേർന്നലിഞ്ഞു. നാലാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് ദുഃഖസമുദ്രത്തിൽ മുങ്ങിയ തൻ്റെ മാതാവിനെ കണ്ടുമുട്ടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്ന് ഞാൻ എൻ്റെ മകൻ്റെ അടുത്തെത്തി. ആക്രോശങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഈശോ. അവൻ നിന്നു. കണ്ണുനീർ നിറഞ്ഞ നേത്രങ്ങളിലൂടെ എൻ്റെ പ്രിയപുത്രനെ ഞാൻ കണ്ടു. നിസ്സഹായയായി എന്നെ നോക്കി ഈശോയുടെ കണ്ണുകൾ മന്ത്രിച്ചു. ധൈര്യപ്പെടുക, ഇതിനൊരു ദൈവിക ഉദ്ദേശമുണ്ട്. ഇടറുന്ന കാലുകളോടെ എൻ്റെ മകൻ നടന്നു നീങ്ങിയപ്പോൾ അവൻ പറഞ്ഞത് പിതാവിൻ്റെ ഹിതമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പ്രാർത്ഥനയോടെ എൻ്റെ മകനെ പിന്തുടർന്നു. എൻ്റെ കർത്താവായ ഈശോയെ, പലതവണ അങ്ങയെ കണ്ടുമുട്ടിയിട്ടും കാണാത്തതുപോലെ കടന്നുപോയ സാഹചര്യങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ നടക്കാതെ പോയ അവസരങ്ങളിൽ മറ്റുള്ളവരോട് അത് പറഞ്ഞ് പരിതപിച്ചതിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ചെറുതായ അസ്വസ്ഥതകളെ ഓർത്തുപോലും ആദി പൂണ്ട് ഞാൻ നിരാശയുടെ ആഴങ്ങളിൽ ആണ്ടുപോയി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന അങ്ങയുടെ വചന വാഗ്ദാനം ഞാൻ കേൾക്കാതെ പോയി. അതെ എൻ്റെ കർത്താവെ, പലതവണ അങ്ങയെ കണ്ടുമുട്ടിയിട്ടും അങ്ങയിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കാതെ ഞാൻ കടന്നുപോയി. ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.